ഇതിൽ ചിലത് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതൊന്നും ഫുള്ള് വേണമെന്നല്ല. അതൊക്കെ അടുത്ത സ്ഥലത്തേക്കോ. ഈ ലൈറ്റ് ആരാ ഡിസൈൻ ചെയ്തേ? തുണിയൊക്കെയാണോ അതിനകത്ത് വെച്ചേക്കുന്നത്? ഗേൾഫ്രണ്ട് ആരാ? എനിക്ക് ഗേൾഫ്രണ്ട്. സത്യം പറ. ബോയ്ഫ്രണ്ട് നോക്കി നോക്കി ആദ്യത്തെ ലൈറ്റ്, രണ്ടാമത്തെ ലൈറ്റ്, മൂന്നാമത്തെ ലൈറ്റ്, ഇനി ലൈറ്റ് ചെയ്യാം. ഇത് മിക്സി. ഇതെന്റെ സ്പെഷ്യൽ മിക്സി. ഇത് പതുക്കെ ഇറങ്ങിക്കോ, ആരും കണ്ടിട്ടില്ല. ഇതില് വരെ ഒത്തിരി നോക്കണം, ഒരു മൈക്ക് പിടിക്കാൻ വരെ ഒത്തിരി നോക്കണേ. ആലുവിനെ ഞങ്ങൾ പോകുമ്പോ കൊണ്ടേക്കോട്ടെ എന്നാ അവിടെ ചോദിക്കണം അല്ലേ? ആലിബ് തന്നേക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്താണ്? അല്ലെങ്കിൽ ആലിബിന് എന്താവാൻ ഇഷ്ടം പോലെ ഇതാവുമ്പോ? എന്റെ ദൈവമേ, ചെറുപ്പം മുതലേക്ക് മനസ്സിലാക്കി കൊടുത്ത് കല്യാണം കഴിക്കാനുള്ള മനസ്സിലായല്ലേ? കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആവാതെ നിക്കുള്ളൂ. നമ്മള് ഓരോ കുടുംബക്കാരല്ല, ഓർക്ക് നമ്മളെ പേഴ്സണലായിട്ട് അറിയൂല. പക്ഷെ നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാരെക്കാട്ടിയും പ്രശ്നം പുറത്തുള്ള ആൾക്കാർക്കാണ് നമ്മൾ പ്രേമിക്കുന്നതിൽ. വെൽക്കം ബാക്ക് ടു ജംഗിൾ സ്പേസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം ടൂർ ആണ്. ഓക്കേ, ആരുടെ ഹോമാ? ഇവിടെ എന്തൊക്കെ കാണാനുണ്ട്? പൊന്നുകുട്ടിയുടെ വീട് മൊത്തത്തിൽ നമുക്കൊന്ന് കാണാം അല്ലേ? എന്തൊക്കെ ഇവിടെ മെയിൻ ആയിട്ടുള്ളേ? ഏറ്റവും കൂടുതൽ ചെടികളാണ് ഇവിടെ. മനുഷ്യന്മാരാരുമില്ലേ? മനുഷ്യന്മാരെ കാട്ടി കൂടുതൽ ചെടികളാണ്. മനുഷ്യന്മാരെ എല്ലാ വീട്ടിലും ഉണ്ട്. ഓക്കെ, നമുക്ക് അകത്തേക്ക് കയറാം. ഓക്കെ, ഇതാരൊക്കെ? ഇക്കാക്കനല്ലേ നമുക്ക് കിട്ടാത്തത് അല്ലേ? അങ്ങനെ ഫൈനലി നമുക്ക് ഇക്കാക്കനെ കിട്ടിയിരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വീട് മൊത്തം ഒന്ന് ചുറ്റിക്കാണാം. ചുറ്റിക്കാണാം. ഓക്കെ, ഇവിടെ എന്തൊക്കെ? ഇത് ആരുടെ ഈ ടോയൊക്കെ? ഏത്? ഇതെല്ലാം ഇതിൽ ചിലത് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതൊന്നും ഫുള്ള് വേണമെന്നല്ല. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയല്ലേ? കൊളാബ് കിട്ടിയല്ലേ? ഇത് മറ്റേ പൂച്ചവാലിന്റെ ഫേക്ക് വാല്. ഫേക്ക് വാലോ? ഇത് ഒറിജിനൽ അല്ലേ? ഇത് എവിടെന്നാ? ഓരോന്നൊക്കെ താത്ത കൊണ്ടുപോകല്ലേ? ഇതെന്താ നീ ഇരിക്കുന്നത്? നമ്മളെ ഫ്രിഡ്ജ്. എന്റെ ഫ്രിഡ്ജിൽ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് തിന്നാൻ കഴിയും. സത്യം പറ, ഇതിൽ ഐസ്ക്രീം ഒക്കെ ആർക്ക് വേണ്ടി മേടിച്ചാ? ഉറപ്പാണോ? എല്ലാം ഇതൊക്കെ തിന്നാൻ കഴിയുന്നതാണ്. ഈ സൈഡ് ഇതൊക്കെ എനിക്ക് തിന്നാൻ കഴിയുന്നതാണ്. പക്ഷേ ഇതില് കാണുന്ന ഒറ്റൊന്നും എടുക്കാൻ കഴിയൂല. ഈ ബട്ടർ അല്ലാതെ പ്ലാസ്റ്റിക് ആണോ? എല്ലാം എന്റെ ഉമ്മന്റെ ഡയറ്റ് ആണ്. ഉമ്മാന്റെ ഡയറ്റാ? ഒന്നിങ്ങനെ വന്നേ, ക്യാമറ ഇങ്ങോട്ട് വന്നേ. ഉമ്മാന്റെ ഡയറ്റ് നോക്ക്. മന്തി, ഇതൊക്കെയാണ് ഉമ്മാന്റെ ഡയറ്റ്. ഇവിടെ ഒരു കൊല പഴം, ഇതൊക്കെയാണ് ഉമ്മാന്റെ ഡയറ്റ് അല്ലേ? ഇത്രയും ചോക്ലേറ്റ്. ഉമ്മാനെ വിളിച്ച് കാണിക്കണതല്ല. ഇതൊക്കെ ആരാ ഒട്ടിച്ചാണ്? ഇതെന്റെ ഫ്രണ്ട് എന്നത്. ഇത് മുറിച്ചതാണ്, കണ്ടാ മനസ്സിലാവില്ലേ? തായ്ലൻഡ് ഒക്കെ പോയപ്പോ കൊണ്ടുവന്നത്. ഇത് തായ്ലൻഡിൽ പോയത്, ഇത് ഗോവ, ഇത് മണാലി. ഇതും ഗോവ. ചോദിച്ചില്ലല്ലോ, ഇവിടെ പറഞ്ഞു ഓൾറെഡി. ഓക്കെ, ഇത് തായ്ലൻഡ് മണാലി പോയി പോണത് അല്ലേ? നമ്മൾ അവിടെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാ? എവിടെ? എന്തോന്ന് കാണിച്ചേ?
അതെന്നാ ഹോർലിക്സ് മേടിച്ചപ്പോ ഫ്രീ ചെയ്താ എന്താ ഓക്കെ എന്നാ അതൊക്കെ അടുത്ത സ്ഥലത്തേക്കോ. അപ്പൊ ഇവിടെ എല്ലാം കാണിച്ചു കഴിഞ്ഞില്ലേ? ഇവിടെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ഈ ലൈറ്റ് ആരാ ഡിസൈൻ ചെയ്തേ? അതെ എല്ലാം ഇവിടെ ഒരാളെ പരിചയപ്പെടുത്താണ്ട് സുഹൃത്തുക്കളെ ഇങ്ങോട്ട് വാ. പരിചയപ്പെടുത്തി കൊടുക്കും. ഒന്ന് പരിചയപ്പെടുത്തി. ഞാൻ പരിചയപ്പെടുത്തി. ഇതാണ് എന്റെ ഇക്കാക്ക. എന്റെ ഇക്കാക്കന്റെ പേര് മുഹമ്മദ് ലക്കീബ്. വീട്ടിൽ വിളിക്കത് ലക്കി. പിന്നെ പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ മുടി കൊറേ നീളം ഉണ്ടായതുകൊണ്ട് പ്രായം 16 17. കെട്ടിക്കാൻ പ്രായമായിട്ടില്ല. ഫുൾ ടൈം ഫോണിലാണ്. ഏതോ പെൺകുട്ടിയായിട്ട് ചാറ്റ് ചെയ്യണമെന്ന് പൊന്നു എനിക്ക് ക്ലൂ വന്നു. പൊന്നു സത്യം പറ. ഇല്ലേ ഞാൻ പറഞ്ഞിട്ടില്ല. ജാങ്കോ സ്പേസ് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതല്ല, ജാങ്കോ സ്പേസ് പറഞ്ഞു തന്നത്. ഓക്കെ ഇക്കാക്കയുടെ ഗേൾഫ്രണ്ട് ആരാ? സത്യം പറ. ഓന്റെ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ പേടിപ്പിച്ചത് സത്യമായിട്ട് സീനാവുന്ന പേടിച്ചിട്ടാണ്? അതല്ല. ഇത് വീട്ടില് സീനാവില്ലല്ലോ. ഓക്കെ അപ്പൊ ഇപ്പത്തെ ഗേൾഫ്രണ്ട് ആരാ? ഇല്ല. ഓക്കെ സിഗ്മ മെയിലാണോ? ഇത്രയും നല്ല തങ്കക്കുടം പോലത്തെ ഒരു കൊച്ചിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ? എന്നോട് എന്താ പറഞ്ഞത്? ഞാൻ ഫോണിൽ കളിക്കുന്നത് എന്നോട് അറിയാം. ഇതെന്താ പാടൊക്കെ? അത് എനിക്കറിയില്ല. ആരാ ഇടിച്ചാണോ ഇച്ചിതാണോ? ഉപദ്രവിക്കാറുണ്ടോ കാക്കാനെ? എന്തിന് ചവിട്ടോ? എന്തിന്? അയ്യോ ഇങ്ങനെയാണോ പറയുന്നേ? ഓക്കെ എന്തായാലും സ്കൂളിലെ ലീഡറൊക്കെ അല്ലേ? ഓക്കെ നമുക്ക് തുടങ്ങാം എന്നാ. ഇതൊക്കെ ഒരു മിനിറ്റ്. കാക്കയാണോ അവിടെ വീട് ക്ലീൻ ചെയ്യുന്നത്? ആണോ? അപ്പൊ ഇത്താത്തയോ? ഉമ്മാമ മാത്രം. ഫൈനലി കൊച്ചു സത്യം പറഞ്ഞു ആര് വീട് ക്ലീൻ ചെയ്യാറില്ല, ഉമ്മമ്മ മാത്രമാണ് ക്ലീൻ ചെയ്യാറ്. ആണോ? അപ്പൊ മുത്തു ഫോണിൽ കളിച്ചിരിക്കോ? ഓക്കെ അന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് കിച്ചണിലേക്ക് പോവാം. കിച്ചണാണ്. അപ്പൊ ഇതാണ് എന്റെ കിച്ചണിന്റെ വേസ്റ്റ് ബാസ്ക്കറ്റ്. ഇതെന്റെ വല്യമ്മേന്റേതായിട്ടുള്ള ഫ്രിഡ്ജ്. ഇതില് മറ്റേ പാത്രം, ഐസ്ക്രീം പാത്രത്തിന്റെ ഉള്ളിലെ മീന്, ഐസ്ക്രീം പാത്രത്തിന്റെ ഉള്ളിലെ മീൻകറി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തു. പിന്നെ ഇത് ഞാൻ മുട്ടായി വാങ്ങിച്ചപ്പോ എവിടെ പോയി? ഇത് എന്റേതാണ്. ഇത് എനിക്ക് ഇങ്ങനെ ചെയ്യാനുള്ളതാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വരയ്ക്കാൻ. പിന്നെ ഇത് മിക്സി. ഇവിടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതാരാ? ഇവിടെ ഏറ്റവും കൂടുതൽ ഈ കിച്ചണിൽ ഇവിടെ എപ്പോഴും ഏറ്റവും കൂടുതൽ നിൽക്കുന്നതാരാ? വല്യമ്മ കഴിഞ്ഞിട്ട് പിന്നെ നിൽക്കുന്നതാരാ? ആണോ? പിന്നെ നിൽക്കുന്നതാരാ? ഹെൽപ്പ് ചെയ്യാൻ ആരാ ഇവിടെ നിൽക്കുന്നത്? ആണോ? പാവം കൊച്ച്. പിന്നെ ആരാ? ഉമ്മച്ചിയോ? പിന്നെ ആരാ? പൊന്നോ? ഏറ്റവും ലാസ്റ്റ് കാക്ക. ഇവിടെ വാടാ. കിച്ചണില് നീ ഹെൽപ്പ് ചെയ്യാറില്ലല്ലേ? എന്താ ഹെൽപ്പ് ചെയ്യാറ്? ഇത് മിക്സി. ഇത് എന്റെ സ്പെഷ്യൽ മിക്സി. ഇത് അയ്യോ പതുക്കെ ഇറങ്ങിക്കോ. ആരും കണ്ടിട്ടില്ല. പോകണോ? ഇങ്ങ് വാ.
ഒരാൾ പിണങ്ങി പോയി, സുഹൃത്തുക്കളെ പിണങ്ങി പോയി. ഇത് ഹോം ടൂർ അല്ല സുഹൃത്തുക്കളെ, ഇത് ഹോം വാറാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത്. എവിടെ പോയി പൊന്നോ? അപ്പൊ ഇതെന്റെ വല്യമ്മേന്റെ എന്റെ ഇക്കാക്കന്റെയും കൂടി റൂമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സമയം ഉപയോഗിക്കല് എന്റെ ഇക്കാക്കയാണ്. ഇക്കാക്ക എന്തിനാ ഏറ്റവും കൂടുതൽ സമയം ഉപയോഗിക്കണം? എവിടെ ഇരിക്കലുണ്ട്, കാണിച്ചു കൊടുക്ക്. ഇവിടെ ഇരിക്കല്. ആ മൂലക്കിലാ? എന്തിന്? എനിക്കറിയില്ല. നീ ഈ കഥ ഒരു മിനിറ്റ് ഇങ്ങോട്ട് പറഞ്ഞേ. കാക്ക എന്തിനാ മൂലക്കെ പോയിരിക്കണേ? പിന്നെ പണ്ടത്തെ ഫോണില് ചാർജ് വെക്കൂലേ, അപ്പൊ അവിടെ ചാർജ് കുത്തിയിട്ട് സുഖമായിട്ട്. അതാണ്. ഓക്കെ, എന്നാ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാ. മുകളിൽ ആരുടെയൊക്കെ റൂമുണ്ട്? എന്റെ എത്താത്തന്റെ മാത്രം റൂമുണ്ട്, പിന്നെ എന്റെ അമ്മേന്റെ റൂമുണ്ട്. നമുക്കത് പോയി കാണാം. ഓക്കെ, ഒരു കാര്യം ചോദിക്കട്ടെ, ഉമ്മാന്റെയും പൊന്നുവിന്റെ റൂമിൽ എന്താ കാക്കാനെ കിടത്താത്തെ? അത് ഇവിടെ ഓൾറെഡി റൂമുണ്ട്. ഓൾറെഡി അവിടെ റൂമുണ്ട്. കാക്ക എപ്പോഴും ഗെയിമും കളിച്ചിരിക്കുവോ? ഭക്ഷണം മാത്രം കൊടുത്ത് അനങ്ങാതിരുന്നോളൂ അല്ലേ? ഇതാ ഇങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്നാ നമുക്ക് മുകളിലേക്ക് പോവാ. എന്റെ എത്താത്തതും ഇവിടെ പഠിക്കാൻ വേണ്ടിട്ട് ഇരിക്കുന്നത് ആരാ? ഇവിടെ ഞാന്. ആണോ? ഇവിടെ ഇരുന്നാണോ? പൗച്ച്. എവിടെ? ഓ, അതിനകത്ത് എന്തെന്നാ? ഇവിടെ നിരത്തിക്കുമല്ലോ. ഹൈലൈറ്റർ ഉണ്ട്, കുറച്ച് കുഞ്ഞി റേസർ ഉണ്ട്, യൂണിക്കോൺ പെൻ ഉണ്ട്, കൊറേ പെൻസിൽ ഉണ്ട്. പിന്നെ ഇതെന്തോ ഞാന് ആലിബോ മാറിക്ക് ഇന്റർവ്യൂ ആലിബിനോട് ഓരൊക്കെ സംസാരിക്കണം പോലൂ. മുകളിലേക്ക് വാ. കറക്റ്റ് ടൈമിൽ ആലിബ വന്നേക്കുന്നത്. ഉമ്മാന്റെ മോളുടെ റൂം എവിടെ? ആദ്യത്തെ ലൈറ്റ്, രണ്ടാമത്തെ ലൈറ്റ്, മൂന്നാമത്തെ ലൈറ്റ്. ഇനി ലൈറ്റ് ചെയ്യാ. ഈ സൈഡത്തെ ഈ ലൈറ്റ് സാധനം കണ്ടോ? ഇത് നോക്ക, എന്നിട്ട് ഇത് തുറക്ക. ഇതിന്റെ ഉള്ളില് ഞാൻ ഇട്ട മോതിരം ഉണ്ടാവും. തിരിച്ചക്ക, എന്നിട്ട് പൂട്ട. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കിയാൽ ഇവിടെ ഷാർപ്നറുണ്ട്. മേക്കപ്പ് കുറെ പിയാറും എല്ലാം കിട്ടൂല. അപ്പൊ അത് കിട്ടുമ്പോ അവിടെ നിന്നും എടുത്തു വന്നിട്ട് ഇവിടെ കൊണ്ടുപോകും. സത്യം പറഞ്ഞോട്ടോ, ഇതില് പൊന്നൂന്റെ എന്താണല്ലേ? ഇത് മാത്രം. അവസാനം സത്യം പറഞ്ഞു, ഇത് മാത്രം. ഏത്? ഓ, ഇനിയാണ് മെയിൻ റൂം കേട്ടോ. ഈ വീട്ടിൽ ഏറ്റവും എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന റൂമാണ്. ഓക്കെ, ഇത് വെച്ചോളൂ. ഹായ് ആലിബ് ബ്രോ, നമസ്കാരം. അങ്ങനെ ഫൈനലി ആലിബിനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ വന്നിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എവിടെയായിരുന്നു താങ്കൾ? അത് ചുള്ളനായി വരികയല്ലേ? നാണുണ്ടെന്ന് എല്ലാരും പറയുന്നു, ശരിയാണോ? കുറച്ചുണ്ട്. അതെ, അതും പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുന്നു. പറ, ഇതാരാ? ആലിബിനെ കുറിച്ച് പറയൂ. എന്താണ്? പിന്നെ ഇനി എന്തൊക്കെയുണ്ട്? ഓക്കെ, ആലിബിനെ ഞങ്ങൾ പോകുമ്പോ കൊണ്ടേക്കോട്ടെന്നാ. അവിടെ ചോദിക്കണം അല്ലേ? ഇതെന്താ? എന്താ? എനിക്ക് വീഡിയോ ചെയ്യാനുള്ള സാധനം. ഇത് ഹെയർ സെറ്റ് ചെയ്യുന്ന സാധനം. ഇപ്പൊ കൊളാബ് വന്നാണോ? കാണിച്ചു കൊടുത്ത്. ഇതില്ലേ വലിയ ബ്രാൻഡ് ഡൈസൺ എന്ന് പറയുന്നത്, അതിന്റെ ഡ്യൂപ്പാ. അത് 50,000 രൂപ എടുത്ത് വാങ്ങും. ഇതൊരു 12,000 രൂപ ഉണ്ടെങ്കിൽ ഇത് കിട്ടും. പക്ഷെ ഇത് കുറച്ചുകൂടി നല്ലതാണ്. പ്രൊഡക്റ്റ് റിവ്യൂ ആയല്ലോ ഇത്. എന്താണെങ്കിലും ഇത്രയും വലിയ പെട്ടി. ഇതെന്താ? എടുത്തോ. ഇത് ഹെയർ റോൾ ചെയ്യുന്ന കേൾ ചെയ്യുന്നത് ഇത് രണ്ടെണ്ണം. ഇത് സ്ട്രെയിറ്റ് ചെയ്യുന്നത്, ഇതും കുറച്ച് സ്ട്രെയിറ്റ് ചെയ്യുന്നത്. ഇത് കേളി ഹെയർ ഡിഫ്യൂസർ. പിന്നെ ഇത് ഡ്രൈ ചെയ്യുന്നത്, ഇതും ഡ്രൈ ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് അവർ തരുന്നതാണോ? വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് തരുന്നതാണ്. തിരിച്ചു കൊണ്ടുപോകും.
ഇല്ലല്ലോ നോക്കിട്ടില്ല. കൊള്ളാം. ഇങ്ങനെയൊക്കെ കുറെ ഗുണങ്ങളുണ്ടല്ലേ. വെറുതെ അല്ല ഈ റൂമിൽ കിടന്ന് കറങ്ങുന്നത് അല്ലേ. ശരിയാക്കി തരാം പൊന്നോ. ഓക്കെ, ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾ ആര് കാണിച്ചു തരും? ഞാൻ ആലിബ് റൂം ടൂർ കട്ടറുമ്പോ ആണ് ഇങ്ങോട്ട് വാ. അപ്പൊ ഇത് മൈക്ക് പിടിച്ചാൽ രണ്ടാളും പിടിക്കാം. ഇതില് വരെ ഒത്തിരി നോക്കണം. ഒരു മൈക്ക് പിടിക്കാൻ വരെ ഒത്തിരി നോക്കണേ. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് പറയൂ. ഇവിടെ എന്തൊക്കെയാണ്? വളരെ ചെറിയ റൂമാണ്, പക്ഷെ ഈ റൂമിൽ ഇല്ലാത്തതൊന്നുമില്ല. വെക്കാൻ സ്ഥലമില്ലായിട്ട് ഞാൻ അവിടെയും ഇവിടെയൊക്കെ വെച്ചതാണ്. നിലത്ത് വരെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ മേക്കപ്പ് കിറ്റും സാധനങ്ങളൊക്കെ അല്ലേ? ഇതെല്ലാം കൊളാബ് കിട്ടുന്നതാണോ? എല്ലാം കൊളാബിട്ടുന്നല്ല, പൈസ കൊടുത്ത്. ഇതൊക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്. പിന്നെ ഇതിലുള്ളതൊക്കെ കൊറേയൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. ഇതിലും പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ട് കൊളാബ് ഉള്ളതുകൊണ്ട് കൂടുതലും കൊളാബ് ഇട്ടത് ഷെൽഫിലാണ് വെച്ചത്. ഷെൽഫിലാണ്. ഈ റൂമില് ആലിബ് തന്നേക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്താണ്? അല്ലെങ്കിൽ ഒന്നുമില്ലെന്ന് എന്താണ് ആലിബിന്റെ ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും വളരെ അമൂല്യമായി സൂക്ഷിച്ചിരിക്കുന്നത് എന്താണ് ആലിബ്? ഈ വാച്ച് ഇത് വിന്റേജ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ വിന്റേജ് വാച്ച്. എനിക്ക് ഫസ്റ്റ് കിട്ടിയ വിന്റേജ് വാച്ച് ഇതാണ്. ആലിബ് തന്നതാ എനിക്ക്. ആലിബ് ഈ വാച്ച് എവിടെ നിന്ന് കിട്ടിയടാ? ഇത് ഈ അടുത്തെങ്കിലും മേടിക്കാൻ പറ്റൂല. ഇത് ഒരുപാട് പഴക്കമുള്ളതല്ലേ. കൈമാറി വന്നതാ. കൈമാറി വന്നത് ആരുടെ കൈമാറി വന്നേ? അത് പറയില്ല. ഓക്കെ, എന്തായാലും വളരെ അമൂല്യമായിട്ടുള്ള നല്ല രസമുണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ടല്ലേ. നൈസ്, നല്ല ഡിസൈൻ ഉണ്ടോ കണ്ടോ. ഓക്കെ, ആലിബ് കൊടുത്തിട്ടുള്ള വാച്ച്. ഓക്കെ, നൈസ്. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ വിശേഷപ്പെട്ട ഇതുപോലത്തെ വസ്തുക്കൾ എന്തെങ്കിലും? ഇതിന്റെ വിശേഷപ്പെട്ട വസ്തുക്കളാണ് ഇതെല്ലാം. പെർഫ്യൂംസ്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് പെർഫ്യൂം കളക്ട് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തായ്ലൻഡിൽ പോയപ്പോ വാങ്ങിയതുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങിയതുകൊണ്ട് പിന്നെ നമുക്ക് കിട്ടിയ അവാർഡുകളുണ്ട്. ഓക്കെ, ഉപയോഗിച്ചാൽ ഏറ്റവും നല്ല പെർഫ്യൂം ഏതാണ്? നല്ല പെർഫ്യൂം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് കാണിക്കാമോ? ഇതല്ലേ? നല്ല സ്മെല്ലാണ്. ഓക്കെ, ഇത് ഏതിന്റെ? കാരോലിന ഹെറേറ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റൂം അല്ലേ? ഓക്കെ, അല്ലെ അടുത്ത സ്ഥലത്തേക്ക് പോയാലോ? ഇനി പറ, ഇനി എന്താ നമ്മള് കാണാൻ പോകുന്നത്? ഇതാണ് നമ്മളെ വീട്ടിലത്തെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. ഇതാണ് ബാൽക്കണി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ ഏരിയ അല്ലേ? നല്ല ബാൽക്കണി ഒക്കെ കണ്ട്. ഇവിടെയാണ് നിങ്ങൾ എപ്പോഴും വന്നിരിക്കാറ്? ഇടക്കിടക്ക് ഇവിടെ വന്നിരിക്കും. മഴക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ ഓവർ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. മഴ ഇങ്ങനെ ചീറ്റും ഇങ്ങോട്ടേക്ക്. ഓക്കെ, നമുക്ക് എന്താ ചീറ്റുന്ന്? അതെ, നമ്മുടെ ആലിബിന് ഇപ്പഴാണ് നമ്മുടെ കയ്യെ കിട്ടിയേക്കുന്നത്. നമുക്ക് നമ്മുടെ ഒറ്റ ഇന്റർവ്യൂവിൽ ആലിബിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പെട്ടുപോയതാണ്. ഓക്കെ, ഇവിടെ കുറെ ഇന്റർവ്യൂ എല്ലാവരും തന്നായിരുന്നു. പലരും പല അഭിപ്രായങ്ങൾ. ഏറ്റവും കൂടുതൽ അഭിപ്രായം പറഞ്ഞത് പൊന്നുമാണ്. അല്ല പൊന്നു? ഓക്കെ, അലിബിന് എന്താവാൻ ഇഷ്ടം വലുതാവുമ്പോ? എന്റെ ദൈവം, വലുതാവാൻ എനിക്കറിയാം. അതായല്ലോ. ഇനി ബാക്കി ആലിബ് പറയണം. ഡിസൈനിങ് ഫീൽഡാ മെയിനായിട്ട് താല്പര്യം. എന്തായാലും ഞങ്ങള് ഒരു ഇന്റർവ്യൂ നേരത്തെ ചെയ്തതാണ്, ഇന്ന് വേറെ ഒരെണ്ണം ചെയ്തതാണ്. അതിന്റെ ഇടയിൽ കൂടി ഇപ്പൊ കിട്ടിയപ്പോ ചോദിക്കാണ്, നിങ്ങളുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെ? റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാ വെച്ചാ, ആദ്യം പരിചയമൊന്നും ഇല്ലായിരുന്നു. പിന്നെ തമ്മിൽ ഫോളോ ചെയ്ത് അങ്ങനെ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ കൂടിയാണ് പരിചയം. ഒരുമിച്ച് ജൂനിയർ സീനിയർ ആയിരുന്നു, പക്ഷെ അവിടുന്ന് കമ്പനി ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, ആദ്യമായിട്ട് കണ്ടത് എപ്പോഴാന്ന് ഓർമ്മയുണ്ടോ? സ്കൂളിൽ കാണലുണ്ട്. എപ്പോഴാ ഫസ്റ്റ് ഒന്ന് സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയത് എങ്ങനെയാ? ഇൻസ്റ്റാഗ്രാമിലാണ്. നേരിട്ട് സംസാരിച്ചിട്ടില്ല? നേരിട്ട് സംസാരിച്ചില്ല. നേരിട്ട് ഇങ്ങനെ കാണും നോക്കും. അതും ഇഷ്ടത്തോടുള്ള നോട്ടല്ലേ. ഇതെന്താ ആണ് രണ്ടുപേരും? ആരാ ആദ്യം പ്രപ്പോസ് ചെയ്തത്? ആണോ? ഓ കമോൺ. എപ്പോഴാണ് ആ ഒരു ഇഷ്ടം വന്നപ്പോഴാ? ഇവരെ സംസാരിച്ച 2-3 മാസം കഴിഞ്ഞപ്പല്ലേ. ഒരുമിച്ച് ഷോപ്പിൽ വർക്ക് ഒരുമിച്ച് സംസാരിക്കുന്നതും ആദ്യമായിട്ട് സംസാരിക്കുന്ന അന്നൊക്കെ. ഓക്കെ, ഈ കുറെ ആളുകളുണ്ട് നമ്മുടെ ചുറ്റും, ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരുടെ റിലേഷൻ ഭയങ്കര രസമാട്ടോ, ഭയങ്കര ജെന്യുവിൻ ആണ്. കാരണം ഈ ഒരു ചെറിയൊരു ടൈം, ഈ പ്രായത്തിൽ തന്നെ ഇത്രയും വീട്ടുകാരും എല്ലാരും അംഗീകരിച്ച് ഫൈറ്റ് ചെയ്ത് അംഗീകരിപ്പിച്ചു. ഫൈറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടില്ല, വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു. പക്ഷെ സ്മൂത്ത് ആയിരുന്നു. പക്ഷെ ഇവരുടെ അപ്രോച്ചും എല്ലാം അടിപൊളിയായിരുന്നു, ഫാമിലി ആയിട്ടുള്ള അല്ലെ? എങ്ങനെ ഇത് വീട്ടിൽ അവതരിപ്പിച്ചത്? എങ്ങനെയാ? അറിഞ്ഞതാ, പറഞ്ഞതല്ല.
അറിഞ്ഞതാണോ? എങ്ങനെ അങ്ങനെ പണ്ട് റീൽസ് ഒക്കെ ഇടാറുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ അറിഞ്ഞു വന്നത്. ആദ്യം ആരാ ചോദിച്ചേ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ റിലേഷൻ ഉണ്ടോന്ന് ചോദിച്ചതാരാ? എന്റെ അമ്മ ഇവളുടെ ഫസ്റ്റ് ചോദിച്ചത് നമ്മളെ ഫാമിലിയിൽ, ഫസ്റ്റ് ചോദിച്ചത് എന്റെ ഫാമിലിയിൽ എന്റെ അമ്മാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ചെറുതായിട്ട് നിങ്ങൾ ചെറിയ പ്രായമാണ്, അപ്പൊ നിങ്ങൾ പക്വതയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കിയായിരുന്നില്ലേ? ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏജ് അങ്ങനല്ല, ചെറിയ പ്രായമാണ്, പ്രേമിക്കാൻ പറ്റൂല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ഏജ് ഇതാണ്, പ്രണയിച്ചോ, ഒരു സമയമാവുന്ന വരെ, അതും കഴിഞ്ഞിട്ട് ഇഷ്ടമാണെങ്കിൽ എന്തായാലും അല്ലേ അങ്ങനല്ലേ. അതായത് ഒരുമിച്ച് നിന്നാലേ ഉള്ളൂ നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റില്ല. അത് അറേഞ്ച് മാരേജ് പോലെ ഇന്ന് കണ്ടിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുമ്പോൾ ഓരോ പറ്റുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇതാവുമ്പോ നമുക്ക് ഒരാളെ സ്വഭാവം മനസ്സിലാക്കി അത് ഏത് ചെറുപ്പം മുതലേക്ക് മനസ്സിലാക്കി സ്വഭാവം മനസ്സിലായല്ലേ കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആവാതെ നിക്കുള്ളൂ. അതല്ലേ ഇതൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇങ്ങനെ ഒരു ഓപ്ഷൻ നേരത്തെ എന്തൊരു പേര് പറഞ്ഞേ? ഓക്കെ ഓക്കെ. ഇതേപോലെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ നമ്മുടെ കയ്യിൽ? ഇല്ല കുഴപ്പമില്ല, സമയമുണ്ടല്ലേ. ഇനി എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെയും നെക്സ്റ്റ് പ്ലാൻ? എന്താ? ഒരു ചെറിയ ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്, അതൊന്ന് അടിപൊളിയാക്കി കൊണ്ടുവരണം. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു റിലേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ട് എന്തായിരുന്നു? അങ്ങനെ ഏതെങ്കിലും ഫാമിലിന്നോ അല്ലെങ്കിൽ കൂട്ടുകാരന്മാരുടെ ഭാഗത്തുനിന്നോ അങ്ങനെ എന്തെങ്കിലും? ഫാമിലിനെക്കാട്ടും കൂടുതൽ കാണുന്ന ആൾക്കാരെ പബ്ലിക്കിനായിരുന്നു. പബ്ലിക്കിന്റെ ഒരുപാട് നമ്മള് ഓരോ കുടുംബക്കാരല്ല, ഓർക്ക് നമ്മളെ പേഴ്സണലായിട്ട് അറിയൂല. പക്ഷെ നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാരെക്കാട്ടും പ്രശ്നം പുറത്തുള്ള ആൾക്കാർക്കാണ് നമ്മൾ പ്രേമിക്കുന്നതില്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ രണ്ടുപേരും എനിക്ക് കുറച്ചുകൂടി ഇൻട്രോവേർട്ട് ആണോ? അധികം കുറച്ച് കഴിഞ്ഞാൽ റെഡിയാവും. ഓക്കെയാണ്. നിങ്ങൾ തമ്മിൽ പിന്നെ ആ ഒരു കണക്ഷൻ ഉണ്ടായല്ലോ. ഇനി രണ്ടുപേരോടും ചോദിക്കാനുള്ള ഒരു കാര്യം ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞേ. ഒരു കച്ചറ കൂടിയാല്, ഒരു പ്രശ്നം ആർഗ്യുമെന്റ് ഉണ്ടാവുമ്പോ ഇവന് മനസ്സിൽ വെച്ചിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് അതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു നടക്കൂല. അതായത് സോൾവ് ആക്കാതെ നിക്കൂല. അന്ന് പ്രശ്നം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ സോൾവ് ആക്കും. പറഞ്ഞിരുന്നത് ഓൾ അങ്ങനെയാന്ന് കേട്ടോ. ആണോ? ശരിക്കും പറ. കുറച്ച്. ഓക്കെ. ആരാണ് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം സോൾവ് ചെയ്യുന്നത്? ആരാ? രണ്ടാളും. ഒറ്റ മിനിറ്റ് പറ, ആരാണ്? രണ്ടാളും തന്നെ. ആരാണ് എപ്പോഴും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ചെറിയ കാര്യത്തിന് വരെ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാ? സത്യം പോരട്ടെ, രണ്ടുപേരും സത്യം പറട്ടെ. എപ്പോഴും പ്രശ്നം ചെറിയൊരു കാര്യത്തിന് വരെ ഇങ്ങനെ പിണങ്ങുന്ന തൊട്ടാവാടി ആരാ? ചെറിയ ആരല്ല, കാര്യമായിട്ടുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ ഫസ്റ്റ് പ്രശ്നം വെരി ഈസായിട്ടെന്നാണ്. പക്ഷെ സൊല്യൂഷനും കൊണ്ടുവരും കുറച്ച് കഴിഞ്ഞാൽ. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വൈൽഡായെന്ന് പറഞ്ഞും തരും. ഒരു ചെറിയൊരു കാര്യത്തിന്, വളരെ ചെറിയൊരു കാര്യത്തിന് പൊട്ടിത്തെറിച്ച ഒരു സംഭവം പറഞ്ഞു. അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. ഞാനങ്ങനെ എല്ലോ ആലോചിച്ച് കൊണ്ട് നടക്കാൻ അങ്ങനത്തെ ഇല്ല. പറഞ്ഞ നമ്മളല്ലേ പ്രശ്നം ഉണ്ടാക്കാറ്. ഏറ്റവും ചെറിയൊരു ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു അടി പറഞ്ഞു. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം കൂടുതൽ അടിണ്ടാവുന്ന ഒരു കാര്യമുണ്ട്. 2 മണിക്ക് എന്നെ വിളിക്കും, അല്ല ഉച്ചക്ക് 2 മണിക്ക് വിളിക്കും, പോവാനുണ്ടെന്ന് അറിയും. ഞാനപ്പൊ എണീച്ചിട്ടുണ്ടല്ലോ, അപ്പൊ എണീച്ച് മാറ്റി റെഡിയായി വരുമ്പോ ഒരു 3-3:30 ഒക്കെ ആവും. 2 മണിക്ക് വിളിക്കുമ്പോ എഴുന്നേറ്റുണ്ടാവുള്ളൂ. ഇതൊക്കെ ഇവരൊക്കെ അമേരിക്ക പോവാൻ നിൽക്കണോ? അങ്ങനെ ഒരു 3-3:30 ഒക്കെ ഇവിടെ എത്തും. അപ്പം വരുമ്പോ ഫുള്ള് ഞാൻ ചീത്ത കേട്ടോണ്ടാ വരിക, ലേറ്റ് ആയി പറഞ്ഞിട്ട്. അങ്ങനെ ഞാനിതാ അവിടെ നേരത്തെ കണ്ടില്ലേ, അവിടെ ഞാൻ വന്ന് നിൽക്കും ഒരു 10-20 മിനിറ്റ്. പിന്നെ ഇങ്ങനെ കാത്തു നിൽക്കണം, എന്നിട്ട് വിളിക്കണം. അപ്പൊ എന്താക്കി വെക്കും, ഇതാ മേക്കപ്പ് ഇടാ, ഇതാ ബാഗ് ഇടാ, ഇതാ ഷൂ ഇടാ. ഇവനെ ഞാൻ ഒരു 12 മണിക്ക് വിളിച്ചിട്ട് 1 മണിക്ക് വരാണെങ്കിൽ ഓക്കെ, ഞാൻ 1 മണി 20 മിനിറ്റോളം എടുക്കാൻ മാറ്റാൻ വേണ്ടിയിട്ട്. എത്തിക്കഴിഞ്ഞിട്ട് 20 മിനിറ്റ് അല്ലേ ഞാൻ എടുക്കുന്നുള്ളൂ. അല്ല ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ 1 മണിക്കൂർ 2 മണിക്കൂർ ഒന്നും വരെ പോസ്റ്റ് ആക്കില്ല. നേരത്തെ എത്തിനെങ്കിൽ ഞാൻ നേരത്തെ വരെയായിരുന്നു. ശരി, ഇത് ഞാനിപ്പോ ആരുടെ കൂടെ നിൽക്കും? ഞാനും അത് ആലോചിച്ചിങ്ങനെ ഇതൊക്കെ കേട്ടതിർക്കും തോന്നല്ല. അല്ല കഷ്ടപ്പെടും ഇവിടെ എത്തിയിട്ട്. ഞാൻ എന്നിട്ടുണ്ടാവും കൂടെ ഉണ്ടാവും. അളിയൻ, ഇതാണ് അളിയൻ. പാവം ഇവിടെ എത്തിയിട്ട് കഷ്ടപ്പെട്ടു. എന്നിട്ട് കൂടെ പോയി നിൽക്കും. പാവം തോന്നില്ലേ? നമ്മുടെ ഇതിന്റെ ഇടയിൽ ഒരാളുണ്ടായിരുന്നല്ലോ. ഹലോ, എന്താ ഇയാൾക്ക് ഓടിയിട്ടു? ആണോ? ഞാൻ വന്ന ബോറടിക്കുന്നു. നേരെ താഴത്തെത്തും, കൊറേ കഥ ഉണ്ടാവും പറയാൻ. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മണ്ടത്തരങ്ങൾ പറയാറുള്ളതാരാ?
Of course. ഓ ആ അഹങ്കാരം വല്ലതും ഉണ്ടോ നോക്കി. അയ്യേ. അങ്ങനെ ഞാന് കാര്യമായ കാര്യത്തിനൊന്നും മണ്ടത്തരം പറയില്ല. എനിക്ക് എന്റെ അടുത്ത് നിൽക്കുമ്പോഴേ മണ്ടത്തരം പറയാൻ പറ്റുള്ളൂ. ഞാൻ ഒരു ഫോം മുന്നിൽ വെച്ചിട്ട് മണ്ടത്തരം പറഞ്ഞ ആൾക്കാരത് ജഡ്ജ് ചെയ്യില്ലേ. പക്ഷെ ഇവന്റെ മുന്നിലാണ് അവൻ ജഡ്ജ് ചെയ്യില്ല, അവൻ കേട്ടുക്കും. വളരെ ബുദ്ധിയുള്ള മണ്ടൻ. അതെ. ഓക്കെ ബ്രോ, ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഏറ്റവും കൂടുതൽ കമന്റിൽ ചീത്ത വിളി കേൾക്കുന്നത് രണ്ടുപേർക്ക് ഈക്വലി കേൾക്കാറുണ്ട്, പക്ഷെ ബ്രോയ്ക്ക് കുറച്ചും കൂടി കൂടുതൽ കേൾക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഓരോ ചോദിക്കണം. പക്ഷെ അത് വന്നതുകൊണ്ട് എനിക്ക് ഗുണങ്ങളുണ്ടായിരുന്നു. അതെന്താ? അങ്ങനെയല്ലേ എന്റെ അക്കൗണ്ടിൽ റീച്ച് വരാൻ അങ്ങനെയാണ് ആൾക്കാർക്ക് മനസ്സിലായി എന്തിനാണ് ഇവനെ ചീത്ത വിളിക്കുന്നത് നോക്കി വരുമ്പോഴാണ് സംഭവം. പക്ഷെ അത് ഫസ്റ്റ് വിളിച്ചവന് പോലും അറിയില്ല സംഭവം എന്താണെന്നുള്ളത്. ഇപ്പൊ കുറഞ്ഞില്ലേ കുറെ? ഇപ്പൊ ഇല്ല, സത്യം പറഞ്ഞാൽ കുറച്ചല്ലേ ഉള്ളൂ. ഇപ്പം കുറച്ചേ ഉള്ളൂ. റീച്ചും കുറഞ്ഞു. പക്ഷെ എന്താ ഓ വരണം. അല്ല സംഭവം എന്താ അറിയോ, ഇവ എന്നെ ഭയങ്കര സപ്പോർട്ടീവാ, എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നൊരു മണകൊണാഞ്ചനാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, അതിനൊക്കെ പ്രശ്നങ്ങളാ ഫുള്ള്. കാരണം ഓരോ ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് സപ്പോർട്ടീവായി നിക്കുന്നുണ്ടാവൂല. അപ്പം വേറൊരാൾ എന്താ പോകുമ്പം ചീത്ത പറയണം, അതാക്കണം, അടിക്കണം, പെണ്ണുങ്ങൾ അടിക്കണം, ആണുങ്ങൾ കുറച്ച് പവർ ആവണം. പക്ഷെ ഇവനെപ്പോഴും ഭയങ്കര ലവ്ലി ആയിട്ടാണ് എൻ്റെ അടുത്ത് നിൽക്കല്, സപ്പോർട്ടീവായിട്ടാണ് നിൽക്കുക. അതൊരിക്കലും പറ്റുണ്ടാവില്ല. അപ്പൊ അതൊരു മണകൊണാഞ്ചൻ പെൺകോന്തൻ എന്നുള്ള രീതിക്കാണ് കാണുന്നത്. അത് എനിക്കും ബുദ്ധിമുട്ടില്ല, എനിക്കും ബുദ്ധിമുട്ടില്ല, നമ്മളെ കുടുംബത്തിലുള്ള ആർക്കും ബുദ്ധിമുട്ടില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളെ. ഒരു യാത്ര പ്ലാൻ ചെയ്ത് നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ, അല്ലെങ്കിൽ ഐഡിയാസ് ആർക്കാണ്? ക്രിയേറ്റിവിറ്റി ഐഡിയാസ് കംപ്ലീറ്റ് ഇവിടെ നിന്നാണ്. അലിബിന്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് എന്താണ്? കൂടെ ചെയ്തു കൊടുക്കും എല്ലാത്തിനും നമ്മൾ നോ പറയാതെ. ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഇടയിൽ ഭയങ്കരമായിട്ടുണ്ട് അല്ലെ? എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കുകയാണെങ്കിലും അത് ഇല്ല എന്തല്ല ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അടിപൊളിയായിട്ട് നമ്മള് രണ്ട് വ്യക്തിത്വങ്ങളാണ്. അപ്പം ഇവനിക്ക് ഇവൻ്റെതായിട്ടുള്ള ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ട്, എനിക്കും ഉണ്ട് ഒപ്പീനിയൻസ്. അത് രണ്ടാളും പറഞ്ഞിട്ട് ആ ഒരു പേഴ്സണൽ സ്പേസ് റെസ്പെക്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു റിലേഷൻ ആവുക. അല്ലാതെ ഇന്റെ ഇഷ്ടം ഈ ഇഷ്ടപ്പെടണം, എന്റെ ഇഷ്ടം ഈ ഇഷ്ടപ്പെടണം ഇല്ല. രണ്ടാളെ സ്പേസും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷം. ഈ ഒരു ഗ്യാപ്പിൽ എനിക്ക് കിട്ടുന്ന വിചാരിച്ചതല്ല അലിബിന്. കറക്റ്റ് ടൈമിലാണ് എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു കാര്യം പറഞ്ഞാൽ ചെറിയൊരു പ്രായത്തിൽ ഇത്രയും നല്ല രീതിയിൽ റിലേഷൻ കൊണ്ടുപോവുക, പിന്നെ അത് വീട്ടുകാരെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തേക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. അത് വളരെ കറക്റ്റായിട്ട് പോയോണ്ടായിരിക്കുമല്ലോ എല്ലാവരും അവര് നന്നായിട്ടാണ് പോകുന്നത്. അപ്പോൾ വളരെ നല്ല കാര്യം, നല്ല രീതിയിൽ തന്നെ പോട്ടെ, എല്ലാം നല്ലതിനാവട്ടെ ഏട്ടാ. ഓക്കെ, ഇവരെ കുറിച്ച് രണ്ടുപേരെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇങ്ങ് വാ ഇവിടേക്ക്. ഈ രണ്ടുപേരെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആലിബ് പാവാണ്, മുട്ടു പാവാണ്, ആലിബ് സുന്ദരനാണ്, മുട്ടേര് സുന്ദരിയാണ്. ഇതിന്റെ കടയിൽ ശിഷ്ടം ഒന്നെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇവിടെ ഇപ്പൊ ഉണ്ട്. അയ്യോ എന്റെ ഭാഗത്തും തെറ്റണ്ട. ആ നിക്കാക്കയുടെ കാര്യം പറഞ്ഞു. സുന്ദരനാണ്. കുപ്പായം നല്ലതാണ്. ഓ അടിപൊളി. ഇനി എന്നെ കുറിച്ച് പറ, അങ്ങോട്ട് നോക്കി പറ ക്യാമറയിലേക്ക്. ഇന്ന് അറിയാം രണ്ടിലും. ഇവരെ പറ്റി പറയും. ഇവര് സുന്ദരനാണ്, ഇവരെ പാവാണ്. എന്നെ നോക്കിട്ട് ഒരു റിയാക്ഷൻ കഴിഞ്ഞ ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഹോം ടൂറും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഹോം ടൂറിന് ഇത്രയധികം എന്താ പറയാ എഫേർട്ട് എടുത്ത നമ്മുടെ സ്വന്തം പൊന്നൂര് ആദ്യമായി നന്ദി അർപ്പിച്ചുകൊള്ളുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, താങ്ക് യു. ഇത്രയും ഓടി നടന്ന് കഷ്ടപ്പെട്ട് കാണിച്ചു തന്നല്ലേ, താങ്ക് യു കേട്ടാ. ഇതൊക്കെ ചെയ്തതിന് ഞങ്ങൾക്ക് പോകുമ്പോ ജ്യൂസൊക്കെ തന്നെ കേട്ടാ. അതൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഹോം ടൂറും അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇവരുടെ ലൈഫിൽ സക്സസ് ആവാൻ വേണ്ടി നമ്മുടെ എല്ലാ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം കൂടെ തന്നെ കട്ടൊക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് കമന്റ് ഒക്കെ ഇട്ട് അഭ്യാസം കാണിക്കുന്നവരോട് ഈ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഫാമിലി എല്ലാവരും സപ്പോർട്ടിന് ധൈര്യമായിട്ട് മുമ്പോട്ട് തന്നെ പോവുക. ഓക്കെ പൊന്നു, അപ്പൊ എന്തെങ്കിലും അവസാനമായിട്ട് ലാസ്റ്റ് ആയിട്ട് പറഞ്ഞേ എല്ലാവരോടും താങ്ക്സ്. അങ്ങോട്ട് നോക്കി പറ ഗൈസ്. ഓക്കെ, ടോവിനോട് പ്രത്യേകം പറഞ്ഞു. ഓക്കെ, എല്ലാവരും ജാങ്കോ സ്പേസിനോടും താങ്ക് യു. ജാങ്കോ സ്പേസിനോടും താങ്ക് യു. ഓക്കെ, ബൈ.